1 കൊരിന്ത്യർ 10-ാം അധ്യായം അതിൻ്റെ 1 തൊട്ട് 13 വരെയുള്ള വാക്യങ്ങൾ. കൊരിന്ത്യയിലുള്ള ദൈവമക്കൾ പല വിധത്തിലും അവർ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കാനും വിശ്വാസത്തിൽ നിലനിൽക്കാനും വേണ്ടി ഭാരപ്പെട്ട ആൾക്കാരുണ്ടായിരുന്നു. പല കാരണങ്ങൾ അതിനുണ്ട്. അന്നത്തെ സമൂഹം വളരെ തകർച്ച ഉള്ള ഒരു സമൂഹം, മ്ലേച്ഛതയുള്ള സമൂഹം, പല പല പ്രശ്നങ്ങൾ നിറഞ്ഞ ഒരു സമൂഹമായിരുന്നു. അത് മുഖാന്തരം ഒത്തിരി ബുദ്ധിമുട്ടായിരുന്നു. അവർക്ക് വളരെ പ്രയാസമായിരുന്നു. അവരുടെ ആ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുക എന്ന് പറഞ്ഞാൽ എളുപ്പമുള്ള കാര്യങ്ങൾ, വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നു. ഇന്ന് നമ്മൾ ഈ 13 വാക്യത്തിൽ, ആദ്യത്തെ 13 വാക്യത്തിൽ 3 കാര്യങ്ങൾ, അതിൻ്റെ ടൈറ്റിൽ കൊടുത്തേക്കുന്ന ആരെങ്കിലും നോട്ട് എഴുതുന്നുണ്ടെങ്കിൽ ഞാൻ ടൈറ്റിൽ കൊടുത്തേക്കുന്നത് സ്റ്റേയിങ് ഇൻ ഫെയ്ത്ത്, വിശ്വാസത്തിൽ നിലനിൽക്കുക, വിശ്വാസത്തിൽ നിലനിൽക്കുക, സ്റ്റേയിങ് ഇൻ ഫെയ്ത്ത്. അതിനകത്ത് 3 കാര്യങ്ങൾ, അടുത്ത സ്ലൈഡിലോട്ട് പോയിക്കോളാം. 3 കാര്യങ്ങൾ. സ്റ്റേ കണക്റ്റഡ്, കർത്താവുമായിട്ട് ബന്ധത്തിൽ ഉറച്ചു നിൽക്കുക. രണ്ടാമത് സ്റ്റേ ഒബീഡിയൻറ്റ്, കർത്താവിനെ അനുസരിച്ച് ഉള്ളൊരു ജീവിതം നയിക്കുക, അല്ലെങ്കിൽ അനുസരണത്തോടുള്ളൊരു ജീവിതം നയിക്കുക. മൂന്നാമത് സ്റ്റേ ഹംബിൾ, താഴ്മയോട് വിനയതയോട് ഉള്ളൊരു ജീവിതം നമ്മൾ ജീവിക്കണം. ഈ 3 കാര്യങ്ങളാണ് ഈ 13 വാക്യങ്ങളിൽ നമ്മൾ ഇന്ന് ശ്രമിക്കാൻ പോകുന്നത്. കൊരിന്ത്യ സഭയിലുള്ള ആൾക്കാർ, അന്നത്തെ ആൾക്കാരുടെ അനുഭവം എങ്ങനെയാന്നേലും ഇന്നത്തെ അനുഭവം അതുപോലല്ല. നമ്മൾ ചിന്തിക്കും എൻ്റെ അനുഭവം അതുപോലല്ല, അവരെങ്ങനെയാന്നേലും അത് വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങളാണ്. എന്നാലും എൻ്റെ അനുഭവം ഈ സമൂഹത്തും അന്നത്തെ സമൂഹമായിട്ട് വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു അനുഭവമാണ്. പിന്നെ ഇതെങ്ങനെ കമ്പയർ ചെയ്യാൻ നോക്കും? മൊത്തമായിട്ട് വ്യത്യാസമാണല്ലോ. എന്നാലും നമുക്കൊന്ന് വായിക്കാം. കൊരിന്ത്യർ സഭയെക്കുറിച്ച് അവരോട് പറയുമ്പോൾ ദൈവമക്കളുടെ, ഇസ്രായേൽ മക്കളുടെ ചരിത്രം എടുത്ത് പറഞ്ഞിട്ട് ചില കാര്യങ്ങൾ പഠിപ്പിക്കാൻ വേണ്ടി അപ്പോസ്തലൻ പൗലോസ് ശ്രമിക്കുന്നത്. നമുക്ക് ആദ്യത്തെ 4 വാക്യങ്ങളൊന്ന് ശ്രദ്ധിച്ച് കേൾക്കാം. സഹോദരന്മാരെ, നമ്മുടെ പിതാക്കന്മാർ എല്ലാവരും മേഘത്തിൻ കീഴിലായിരുന്നു. എല്ലാവരും സമുദ്രത്തിൽ കൂടെ കടന്ന് എല്ലാവരും മേഘത്തിലും സമുദ്രത്തിലും സ്നാനമേറ്റ് മോശയോട് ചേർന്നു. എല്ലാവരും ഒരേ ആത്മീക ആഹാരം തിന്ന് എല്ലാവരും ഒരേ ആത്മീക പാനീയം കുടിച്ചു. അവരെ അനുഗമിച്ച ആത്മീയ പാറയിൽ നിന്നല്ലോ അവർ കുടിച്ചത്. ആ പാറ ക്രിസ്തുവായിരുന്നു. എങ്കിലും അവരിൽ മിക്ക പേരിലും ദൈവം പ്രസാദിച്ചില്ല. അവരെ മരുഭൂമിയിൽ തള്ളിയിട്ട് കളഞ്ഞു എന്ന് നിങ്ങൾ അറിയാതിരിക്കരുത് എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഇസ്രായേൽ മക്കളുടെ അനുഭവം, അവരെ ദൈവം മരുഭൂമിയിൽ കൂടെ കൊണ്ടുപോയപ്പോൾ അവരുടെ അനുഭവം ഇവിടെ എടുത്ത് പറയുന്നുണ്ട്. വലിയൊരു വിടുതൽ കഴിഞ്ഞിട്ടാണ്. 400 സംവത്സരം അവർ അടിമകളായിരുന്നു. അടിമത്തത്തിൽ നിന്ന് ദൈവം അത്ഭുതം പ്രവർത്തിച്ച് അവരെ വിടുവിച്ച് വാഗ്ദത്തദേശത്തേക്ക് അവരെ കൊണ്ടുപോവാം. ആ അനുഭവത്തിലുള്ള പല കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞേക്കുന്നത്. മേഘത്തിന് കീഴിലായിരുന്നു. അപ്പം ഇവരുടെ അനുഭവങ്ങൾ, പല പല അനുഭവങ്ങൾ, ഇതിനെല്ലാത്തിനെയും ഒരു സമ്മറിയായിട്ട് കുറച്ച് കാര്യങ്ങൾ മാത്രം എടുത്ത് പറഞ്ഞേക്കുക. ഒരു മേഘത്തിൻ്റെ കീഴിലായിരുന്നു. നമുക്കറിയാം, പകൽ സമയത്ത് ആ ചൂടിൻ്റെ പ്രയാസം അനുഭവിക്കാതെ ദൈവം അവരെ ഒരു മേഘം കൊണ്ട് കവർ ചെയ്തു. അത് ആക്ച്വലി ദൈവത്തിൻ്റെ സാന്നിധ്യത്തെ കാണിക്കുന്നതാണ്. ദൈവം അവരുടെ കൂടെ ഉണ്ടായിരുന്നു. ആ മേഘം, അവർ ഒരു സ്ഥലത്ത് വന്ന് അവർ പാർക്കുമ്പോൾ ആ മേഘം ഇങ്ങനെ താഴ്ന്നു വരുന്നു, അവർക്കൊരു കവറിങ്ങായിട്ട് നിൽക്കുന്നു. അത് അവരവിടുന്ന് പോകേണ്ട സമയത്ത് മേഘം പൊങ്ങുന്നു, അവർ നീങ്ങുന്നു. അതായിരുന്നു അവരുടെ ഇൻഡിക്കേഷൻ. രാത്രിയിൽ ഒരു അഗ്നിയുടെ ആ വെളിച്ചത്തിൽ അവരെ ദൈവം നയിച്ചു. ഇങ്ങനെ ഓരോ കാര്യങ്ങൾ അവരെ കാണിച്ചത് ദൈവത്തിൻ്റെ സാന്നിധ്യം, ദൈവത്തിൻ്റെ അത്ഭുതം അവരനുഭവിച്ച് പോയ ഒരു കൂട്ടം ജനങ്ങളായിരുന്നു. അവരെന്ത് ചെയ്തു? സമുദ്രത്തിലൂടെ ദൈവം അവരെ നടത്തി, അല്ലേ? 2 പ്രാവശ്യം അങ്ങനത്തെ ഒരു അത്ഭുതം ദൈവം ചെയ്തു. ആ റെഡ് സീ ക്രോസ് ചെയ്തപ്പോഴും യോർദാൻ ക്രോസ് ചെയ്തപ്പോഴും എന്ത് സംഭവിച്ചു?
ഉണങ്ങിയ നിലത്തൂടെ നടന്നു പോകാൻ അത്ഭുതം അവരനുഭവിച്ചു. രണ്ടും രണ്ട് തലമുറയായിരുന്നു. ആദ്യത്തെ തലമുറ ഈ 5-ാം വാക്യത്തിൽ വായിച്ചല്ലോ, അവർ ദൈവം പ്രസാദിച്ചില്ല. അതിനകത്തുനിന്ന് ഒരു കൂട്ടം ആൾക്കാരെ ദൈവം അവരുടെ ജീവിതം അവിടെ അവസാനിച്ചു. ഒന്ന് ഓർത്തോണേ, ഈ 40 വർഷം കൊണ്ട് ആ ജനത്തിൻ്റെ എണ്ണം ഒന്ന് നോക്കിയാൽ അത്രയും വ്യക്തികൾ മരിക്കുക എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ല. ഒന്ന് ചിന്തിച്ചു നോക്കണം, എത്ര ഫ്യൂണറൽ നടത്തി കാണുമെന്ന് ഒന്ന് ചിന്തിച്ചു നോക്കിയേ. 20 വയസ്സിന് മേളിലുള്ള ആൾക്കാരെ എല്ലാവരെയും അവിടെ തീരുമായിരുന്നു. എത്ര ഫ്യൂണറൽ അവർ നടത്തി കാണും. ആ മരുഭൂമിയിലെല്ലാം യാത്ര ചെയ്യുന്ന വഴിയെല്ലാം ഫ്യൂണറൽ നടത്തി ഉള്ളൊരു അനുഭവമായിരുന്നു. 1-2 ആഴ്ചക്കുള്ളിൽ തന്നെ അവർ വാഗ്ദത്ത ദേശത്ത് എത്താൻ ഒക്കുമായിരുന്നു. 12 പേരെ ആ ദേശം ഉറ്റുനോക്കാൻ വേണ്ടി വിട്ടു. 2 പേര് പറഞ്ഞു ഒരു കുഴപ്പമില്ല, ദൈവം നമ്മുടെ കൂടെ ഉണ്ട്, നമുക്കത് ചെയ്യാം. 10 പേര് പറഞ്ഞു നടക്കത്തില്ല. സ്തോത്രം. ജനാധിപത്യമാണല്ലോ, ഡെമോക്രസിയുടെ ഗുണം അതാ അല്ലേ. ദൈവത്തെ അനുസരിക്കണമെന്നില്ല. കാരണം ഭൂരിപക്ഷം നമ്മുടെ കൂടെ ആണെങ്കിൽ നമ്മൾ ഇഷ്ടം പോലെ ചെയ്യാം, ഭൂരിപക്ഷത്തിന് ഇഷ്ടം പോലെ ചെയ്യാം. അപ്പോൾ അവരൊരു ഡെമോക്രാറ്റിക്കായിട്ടൊരു തീരുമാനം എടുത്തു. ഭൂരിപക്ഷം പറഞ്ഞു നടക്കത്തില്ല, എന്നാൽ പിന്നെ വേണ്ട. ദൈവത്തെ അനുസരിച്ചിട്ട് കാര്യമില്ല, ദൈവത്തിൽ വിശ്വസിച്ചിട്ട് കാര്യമില്ല, ദൈവത്തിൽ ആശ്രയിച്ചിട്ട് കാര്യമില്ല, അസാധ്യമാണ്. ഇവരെല്ലാവരും പറഞ്ഞല്ലോ അസാധ്യമാണ്. എല്ലാവരുടെയും അഭിപ്രായം അസാധ്യമാണെങ്കിൽ നമുക്ക് എല്ലാവരുടെയും അഭിപ്രായം ഒരുമിച്ചാക്കിയിട്ട് അസാധ്യമാണ്, നമ്മൾ പോവാം. ആ യാത്രയിൽ എന്ത് ചെയ്തു? 40 സംവത്സരം എന്തെടുക്കുമായിരുന്നു? 40 സംവത്സരം ഫ്യൂണറൽ നടത്തുമായിരുന്നു. ചിന്തിച്ചു നോക്കണം, ആ ജനസംഖ്യ എടുത്തിട്ട് നോക്കണം. 40 വർഷം കൊണ്ട് എത്ര ഡെയിലി എത്ര ഫ്യൂണറലായിരിക്കും ഒന്ന് ചിന്തിച്ച് നോക്കിയേ. $365 ദിവസങ്ങൾ ഒരു വർഷമുണ്ട്. കണക്കെടുത്ത് നോക്ക്, എത്ര വർഷമുണ്ട്, എത്ര വ്യക്തികൾ മരിക്കേണ്ടതാണ്, ഡെയിലി എത്ര ഫ്യൂണറലായിരുന്നേനെ. ഇവിടെ നമുക്ക് റെക്കോർഡില്ല. അവർ ചിന്തിച്ച് കാണുമോ, അയ്യോ ദൈവം പറഞ്ഞതാണല്ലോ, ദൈവം പറഞ്ഞതാ. പോയി കയറി വാഗ്ദത്ത ദേശം ഏറ്റെടുത്തോളാൻ ദൈവം പറഞ്ഞതാ. നമ്മുടെ പിതാക്കന്മാർ അനുസരിക്കാതിരുന്നപ്പോൾ ദൈവം പറഞ്ഞു നിങ്ങൾ കയറത്തില്ല. 20 വയസ്സിന് മുകളിലുള്ളവരെല്ലാവരും അവരായിരുന്നു തീരുമാനം എടുക്കുന്ന ആൾക്കാർ. അതിനു മുമ്പേ തീരുമാനത്തിനൊന്നും, ആ കൊച്ചു പിള്ളേരുടെ അഭിപ്രായത്തിനൊന്നും അവിടെ പ്രസക്തിയില്ലായിരുന്നു. അവരെല്ലാവരും അവിടെ തീരുമായിരുന്നു. ഞാൻ ഈ ഔട്ട്ലൈൻ അതിലോട്ടൊന്ന് പോകാം. ഞാൻ ആദ്യത്തെ കൊടുത്ത വാക്ക് സ്റ്റേ കണക്റ്റഡ്. ദൈവമായിട്ടുള്ള ആ ബന്ധത്തിൽ ഒരുമിച്ച് നിലനിൽക്കുക. അവരൊരുമിച്ച് അനുഭവിച്ച ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ, സന്തോഷം. മേഘത്തിൻ്റെ കീഴിലായിരുന്നു, ദൈവത്തിൻ്റെ സംരക്ഷണം അവരൊരുമിച്ച് അനുഭവിച്ചു. അവരെ സമുദ്രത്തിൽ കൂടെ നടത്തി. അത്ഭുതങ്ങളും അടയാളങ്ങളും അവരൊരുമിച്ച് അനുഭവിച്ചു. അവർ മേഘത്തിലും സമുദ്രത്തിലും സ്നാനമേറ്റു. മേഘത്തിൽ സ്നാനമേറ്റു. നമ്മൾ ഇന്ന് ചിന്തിക്കുന്ന ആ സ്നാനത്തിൻ്റെ കാര്യമല്ല അവിടെ പറയുന്നത്. എന്നാലും അവർക്ക് ഒരുമിച്ച് ഉള്ള ഒരു അനുഭവത്തെക്കുറിച്ച്, അവരെ ഒന്നാക്കുന്ന ഒരുമിച്ചുള്ള അനുഭവത്തെക്കുറിച്ച് പറയുക. ഇവരിതെല്ലാം ഒരുമിച്ച് അനുഭവിച്ച് ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ, ദൈവത്തിൻ്റെ നടത്തിപ്പ്, ഒരേ ആത്മീയ ആഹാരം, ഒരേ ആത്മീയ പാനി. ദൈവം അവർക്ക് അത്ഭുതം പ്രവർത്തിച്ചു. എല്ലാ ദിവസവും ആകാശത്തു നിന്ന് ആഹാരം പൊഴിഞ്ഞു വരുന്നു. വെള്ളം പാറയിൽ നിന്ന്. ഇത്രയും ജനങ്ങൾക്ക് എത്ര ലിറ്റർ വെള്ളം വേണം? ചിന്തിച്ചു നോക്കിയാൽ ആ ജനസംഖ്യ എടുത്ത് നോക്കിയാൽ എത്ര ലിറ്റർ വേണം? അത് തീർച്ചയായിട്ടും ദൈവം അത്ഭുതം പ്രവർത്തിച്ച് അവർക്ക് ആവശ്യത്തിന്. എത്ര നാളത്തേക്കാ? 40 വർഷം
കുടിക്കാൻ വെള്ളം കൊടുത്തു, ആഹാരം നൽകി. എല്ലാ ദിവസവും അത്ഭുതകരമായിട്ട് ദൈവം അവരെ നയിച്ചു. എങ്ങനെ ഇതെല്ലാം കിട്ടി? ദൈവത്തിൻ്റെ പ്രവൃത്തിയായിരുന്നു. ആ പാറ ക്രിസ്തുവായിരുന്നു എന്ന് പറയുന്നുണ്ട്. ദൈവം അവരുടെ കൂടെ ഇരുന്നു, ദൈവം അവരെ കരുതി, ദൈവം അവരെ നയിച്ചു, അവർക്ക് ആവശ്യമുള്ളതെല്ലാം നൽകി കൊടുത്തു. അവരൊരുമിച്ച് ഇത് അനുഭവിച്ചു. ദൈവമായിട്ടുള്ള ബന്ധം എടുത്തു കാണിക്കുന്ന കാര്യങ്ങളാണ് ഇതെല്ലാം. ദൈവമായിട്ടുള്ള ബന്ധത്തിലായിരിക്കുമ്പോൾ ഇതെല്ലാം നമുക്ക് കിട്ടും എന്നുള്ളൊരു വാഗ്ദത്തം ദൈവം തന്നിട്ടുണ്ട്. ആവശ്യമുള്ളതൊക്കെ ദൈവം തരാം എന്നുള്ളൊരു വാഗ്ദത്തം അവരിത് അനുഭവിച്ചു. നമ്മളിപ്പോൾ നമ്മുടെ കഴിഞ്ഞ കാലത്തിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കാമോ? ദൈവം നമ്മളെ നടത്തിയിട്ടുണ്ടോ? ദൈവം നമ്മളെ രക്ഷിച്ചോ? നമ്മുടെ പാപത്തിൽ നിന്ന് രക്ഷിച്ചോ? അത്ഭുതം നമ്മൾ അനുഭവിച്ചിട്ടുണ്ടോ? ദൈവത്തിൻ്റെ സൗഖ്യം അനുഭവിച്ചിട്ടുണ്ടോ? ദൈവത്തിൻ്റെ കരുതൽ അനുഭവിച്ചിട്ടുണ്ടോ? ഓരോ വേദനയുടെ മധ്യേ, ഓരോ പ്രയാസത്തിന് മധ്യേ ദൈവം നമ്മുടെ കൂടെ ഇരുന്നിട്ടില്ലയോ? ഇതെല്ലാം ഒന്നുകൂടെ ഇതെല്ലാം ഇപ്പോഴൊന്ന് ഓർത്ത് നോക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. പലപ്പോഴും നമ്മളത് മറന്നുപോകും. ഇതെല്ലാം നമ്മൾ ഓർത്തിരിക്കണം. പിന്നെ അത് മാത്രമല്ല, നമ്മൾ ഒരുമിച്ചായിരിക്കുന്നത് അതിൻ്റെ ഒരു അനുഗ്രഹമുണ്ട്. കാരണം ഒരു പ്രയാസത്തിന് മധ്യേ ഒരു സഹോദരൻ, ഒരു സഹോദരി ആരെങ്കിലും എന്നെ വിളിച്ചു, എനിക്ക് വേണ്ടി കരുതി, എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ഒറ്റയ്ക്കുള്ളൊരു ജീവിതമല്ല, നമ്മളൊരു സമൂഹമായിട്ട്, ഒരു കുടുംബമായിട്ട് ദൈവമക്കൾ ഒരുമിച്ച് ജീവിക്കുന്നത് വളരെ പ്രാധാന്യമാണ്. അതുകൊണ്ടാണ് പറയുന്നത്, രാവിലെ 8:30 ആരാധന ആരംഭിക്കുമ്പോഴും ആരാധന ആരംഭിക്കുന്നെങ്കിലും അതുകൊണ്ട് ഞാൻ ഓർപ്പിക്കുന്നത്, ദയവായിട്ട് ആരും 8:30 കയറി വരല്ലേ, 8 മണിക്ക് വരണം, നേരത്തെ വരണം. പിന്നെ ആരാധന കഴിയുമ്പോൾ പെട്ടെന്ന് ഓടിപ്പോണ്ട, ഒരു ചായ കുടിക്കുക, ഒന്ന് നിൽക്കുക, ആൾക്കാരോടൊന്ന് സംസാരിക്കുക. ആരെങ്കിലും നമ്മുടെ ഒരു നല്ല വാക്ക് പറയുന്നത് അവർക്ക് കേൾക്കാൻ താല്പര്യമായിരിക്കും, അത് അവർക്കൊരു അനുഗ്രഹമായി തീരും. ആരെങ്കിലും ദുഃഖത്തിൽ പ്രയാസത്തിലാണെങ്കിൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഒരവസരമുണ്ടായിരിക്കും. അത് നമ്മൾ ചെയ്യണം. പെട്ടെന്ന് ഓടിപ്പോവാൻ നിൽക്കരുത്. അവസാനം കയറി വരാമെന്നും ചിന്തിക്കേണ്ട, നേരത്തെ ഇറങ്ങണം. അതെങ്ങനെ നോക്കുന്നത്? ഇറങ്ങണം. 8 മണിക്ക് എത്താൻ ബുദ്ധിമുട്ട്, എന്നാൽ 7:00 ഇറങ്ങണം. അത് പ്രയാസമാണ്. നേരത്തെ കിടക്കണം ശനിയാഴ്ച രാത്രിയിൽ. നമ്മളെല്ലാത്തിനും ഒരുമിച്ച് ദൈവത്തിൻ്റെ കരുതൽ, ദൈവത്തിൻ്റെ സ്നേഹം നമ്മൾ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുന്നവരായിരിക്കണം. ദൈവമക്കൾ ഒരുമിച്ച് ഒരു കണക്റ്റഡായിട്ട് നിന്ന്, ദൈവമായിട്ടുള്ള കണക്ഷനിലും ഒരുമിച്ച് നിന്ന് അത് അവർക്ക് ഒരു അനുഗ്രഹമായിട്ട് വിശ്വാസത്തിൽ നിലനിൽക്കുന്നതിൻ്റെ കാര്യം. കൊരിന്ത്യ സഭയിലും ഇത് തന്നെയായിരുന്നു വിഷയം. കൊരിന്ത്യ സഭയിൽ അവരോടാ പറഞ്ഞത്, കർത്താവ് പറഞ്ഞു അവർക്ക് പരിശുദ്ധാത്മാവിൻ്റെ വരങ്ങൾ കൊടുത്തു. അറിയാമല്ലോ, പരിശുദ്ധാത്മാവിൻ്റെ വരങ്ങൾ ഒരെണ്ണം ഒഴിച്ച് ബാക്കിയെല്ലാം മറ്റുള്ളവർക്ക് വേണ്ടിയാണ്. ദൈവം നമുക്കൊരു ഗിഫ്റ്റ് തരുക. ഈ ഗിഫ്റ്റ് എനിക്ക് കിട്ടിയെങ്കിൽ ഇത് എനിക്ക് വേണ്ടിയാണ്. ബാക്കി എല്ലാ ഗിഫ്റ്റും മറ്റുള്ളവർക്ക് വേണ്ടിയാണ്. പരിശുദ്ധാത്മാവിൻ്റെ വരങ്ങൾ അന്യഭാഷ മാത്രം വ്യക്തിക്ക് വേണ്ടിയുള്ളതാണ്. ബാക്കി വരങ്ങളെല്ലാം മറ്റുള്ളവർക്കുള്ള ബെനിഫിറ്റിന് വേണ്ടിയാണ്. അപ്പം നമ്മൾ ഒരുമിച്ച് കർത്താവുമായിട്ട് കണക്റ്റഡായിട്ട് ജീവിക്കുന്നു. നമ്മൾ ഒരുമിച്ച് തമ്മിൽ ബന്ധപ്പെട്ട് കണക്റ്റഡായിട്ട് ജീവിക്കണം. ഞാൻ എൻ്റെ ജീവിതം, നിങ്ങളെല്ലാവരും നിങ്ങളുടെ ജീവിതം, അങ്ങനെ ചിന്തിക്കാനുള്ളൊരു ഓപ്ഷൻ ദൈവം നമുക്ക് തന്നിട്ടില്ല. നമ്മൾ ഒരുമിച്ച് എന്ന് മാത്രമേ ചിന്തിക്കാവൂ. അങ്ങനെ തന്നെ നമ്മുടെ ജീവിതം ആയിരിക്കണം. രണ്ടാമത്, സ്റ്റേ ഒബീഡിയൻറ്റ്, അനുസരണത്തിൽ നിലനിൽക്കുക. 5 തൊട്ട് തുടങ്ങാം ഈ പ്രാവശ്യം. 5 തൊട്ട് 11 വാക്യം വരെ ഒന്ന് കേൾക്കാം. എങ്കിലും അവരിൽ മിക്ക പേരിലും ദൈവം പ്രസാദിച്ചില്ല. അവരെ മരുഭൂമിയിൽ തള്ളിയിട്ട് കളഞ്ഞു എന്ന് നിങ്ങൾ അറിയാതിരിക്കരുത് എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഇത് നമുക്ക് ദൃഷ്ടാന്തമായി സംഭവിച്ചു. അവർ മോഹിച്ചതുപോലെ നാമും ദുർമോഹികളാകാതിരിക്കേണ്ടതിന് തന്നെ. ജനം തിന്നുവാനും കുടിപ്പാനും ഇരുന്നു, കളിപ്പാൻ എഴുന്നേറ്റു എന്ന് എഴുതിയിരിക്കുന്ന പ്രകാരം അവരിൽ ചിലരെ പോലെ നിങ്ങൾ വിഗ്രഹാരാധികളാകരുത്. അവരിൽ ചിലർ പരസംഗം ചെയ്ത് ഒരു ദിവസത്തിൽ 23,000 പേർ വീണുപോയതുപോലെ നാം പരസംഗം ചെയ്യരുത്. അവരിൽ ചിലർ പരീക്ഷിച്ചു, സർപ്പങ്ങളാൽ നശിച്ചുപോയതുപോലെ നാം കർത്താവിനെ പരീക്ഷിക്കരുത്. അവരിൽ ചിലർ പിറുപിറുത്ത് സംഹാരിയാൽ നശിച്ചുപോയതുപോലെ നിങ്ങൾ പിറുപിറുക്കുകയും അരുത്.
ഇത് ദൃഷ്ടാന്തമായിട്ട് അവർക്ക് സംഭവിച്ചു. ലോകാവസാനം വന്നെത്തിയിരിക്കുന്ന നമുക്ക് ബുദ്ധിയുപദേശത്തിനായി എഴുതിയിരിക്കുന്നു. താങ്ക് യു. മതി. ശ്രദ്ധിച്ചു നോക്കിയേ. എങ്കിലും അവരിൽ മിക്ക പേരിലും ദൈവം പ്രസാദിച്ചില്ല. ഇത്രയും ദൈവത്തിൻ്റെ വിടുതൽ അനുഭവിച്ചു കഴിഞ്ഞിട്ട് അനേക അനുഗ്രഹങ്ങൾ അനുഭവിച്ചു. അത്ഭുതങ്ങളും അടയാളങ്ങളും 40 വർഷം അവരനുഭവിച്ചു. എങ്കിലും അവരിൽ ചിലരെന്നല്ല, അവരിൽ മിക്ക പേരും, ശ്രദ്ധിച്ചോണേ, എങ്കിലും അവരിൽ മിക്ക പേരിലും അയ്യോ ഞാൻ രക്ഷിക്കപ്പെട്ട, സ്നാനപ്പെട്ട, അഭിഷേകം പ്രാപിച്ചതാ, ഇന്നതൊക്കെ ഉണ്ട്, എൻ്റെ വല്യപ്പച്ചനോ ഇന്നാരായിരുന്നു കേട്ടോ, എൻ്റെ വല്യപ്പച്ചൻ ഉപദേശിയായിരുന്നു, അനേക ആത്മാക്കളെ നേടി, ഒന്നും പറഞ്ഞിട്ട് ആരുമില്ല. ഇസ്രായേൽ മക്കൾക്ക് ഒത്തിരി കാര്യം പറയാനുണ്ടായിരുന്നു. അബ്രഹാം ഞങ്ങളുടെ പിതാവ്, ദൈവം മോശയിൽ കൂടെ ഞങ്ങൾക്ക് വിടുതൽ തന്നു, ന്യായപ്രമാണം തന്നു, ദൈവത്തിൻ്റെ പ്രത്യേക ജനം ഞങ്ങൾ, അതെല്ലാം പറയാനുണ്ട്. എങ്കിലും എന്നാലും ഞങ്ങൾ ഇതനുഭവിച്ചു, അതനുഭവിച്ചു, അത്ഭുതങ്ങൾ അടയാളങ്ങളാൽ ദൈവം ഞങ്ങളെ 40 വർഷം, എങ്കിലും അവരിൽ മിക്ക പേരിലും ദൈവം പ്രസാദിച്ചില്ല. എന്തുകൊണ്ടാ? ഇവരുടെ ജീവിതം നമ്മൾക്കൊരു എക്സാമ്പിളായിട്ട്, ഒരു ദൃഷ്ടാന്തമായിട്ട്, സ്റ്റേ ഒബീഡിയൻറ്റ്, അനുസരണത്തോടുള്ളൊരു ജീവിതം. പലരും വർഷങ്ങളിൽ ഓരോരുത്തരുടെ പ്രയാസങ്ങളെക്കുറിച്ച് സംസാരിക്കും. പലരും എന്നോട് പറഞ്ഞിട്ടുണ്ട്, എന്തുകൊണ്ട് ദൈവം എന്നെ ഒന്ന് മാറ്റാത്തത്? ചിലപ്പോൾ അവരുടെ മനോഭാവത്തെക്കുറിച്ചായിരിക്കാം. ഇതെല്ലാം ദൈവത്തിന് അങ്ങ് കൊടുത്തേക്കുക. ദൈവം എന്നെ മാറ്റുന്നില്ല, ദൈവം ഇതിൽ വ്യത്യാസം വരുത്തുന്നില്ല. നമ്മൾ വായിച്ചതിനകത്ത് പറഞ്ഞേക്കുന്ന ചില ദുർമോഹങ്ങളെക്കുറിച്ച്, ഇംഗ്ലീഷിൽ ലസ്റ്റ് എന്നുള്ള വാക്കാണ്. ചില ആഗ്രഹങ്ങൾ, ദുർമോഹങ്ങൾ, താല്പര്യങ്ങൾ. യാക്കോബിൻ്റെ പുസ്തകത്തിൽ പറയുന്നുണ്ട്, ദൈവം ആരെയും പരീക്ഷിക്കാൻ നടക്കുമല്ല. നമ്മൾ പരീക്ഷിക്കപ്പെടുന്നത് എങ്ങനെയാ? നമ്മുടെ ഉള്ളിലുള്ള ആഗ്രഹങ്ങൾ, താല്പര്യങ്ങൾ, മോഹങ്ങൾ, ഉള്ളിലുള്ളതെല്ലാം പുറത്തു വരിക. അതതിനകത്ത് വിഷയം. ഒരു മനുഷ്യനെ അശുദ്ധനാക്കുന്നത് പുറത്തുനിന്ന് വരുന്ന കാര്യങ്ങളല്ല എന്ന് യേശു പറഞ്ഞു അല്ലേ? എന്നാലും ഉള്ളിൽ നിന്ന് പുറത്തോട്ട് വരുന്ന, നമ്മുടെ ഉള്ളിൽ ചില കാര്യങ്ങൾ കിടപ്പുണ്ട്. അത് നമ്മൾ ഡീൽ ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. നമ്മുടെ ഉള്ളിൽ ചില ആഗ്രഹങ്ങൾ കിടക്കുന്നത്, ചില മോഹങ്ങൾ കിടക്കുന്നത്, അത് നമ്മൾ പിൻ പോയിൻ്റ് ചെയ്തെടുത്തിട്ട് ഓരോന്നിനെയും പറിച്ചു കളയേണ്ടത് അത്യാവശ്യമാണ്. അല്ല, എന്നാലും എനിക്ക് ഈ അനുഭവങ്ങളുണ്ട്, നല്ല കാര്യമാണ്. ദൈവത്തിൻ്റെ രക്ഷ ഞാൻ അനുഭവിച്ചു, വിടുതൽ അനുഭവിച്ചു, പാരമ്പര്യം പറയാനുണ്ട്, എല്ലാം നല്ല കാര്യങ്ങളൊക്കെയാണ്. എന്നാലും ദൈവം എന്നിൽ പ്രസാദിക്കുന്നില്ലെങ്കിൽ ഒരു പ്രയോജനമില്ല. എന്നാലും ദൈവം എന്നിൽ പ്രസാദിക്കാൻ ഞാൻ ഏതാണ്ട് വലിയ കാര്യം ചെയ്യാൻ അല്ലല്ല, വലിയ കാര്യം ചെയ്യാൻ പറഞ്ഞിട്ടില്ല. നമ്മളിപ്പം ബെല്ലിഗ്രാമിനെ പോലെ ആകണമെന്നോ, മദർ തെരേസയുടെ കൂട്ടാകണമെന്നോ, അല്ല പോപ്പിനെ പോലെ ആകണമെന്നോ, ഇതൊന്നുമല്ല ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. ഓരോരുത്തരെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്ന കാര്യം അവർ ചെയ്തിട്ട് നല്ല കാര്യം. ദൈവം നമ്മളെക്കുറിച്ച് എന്താ ആഗ്രഹിക്കുന്നു? ദൈവത്തെ പ്രസാദിപ്പിക്കുക. എങ്ങനെ ദൈവത്തെ പ്രസാദിപ്പിക്കുക? നമ്മുടെ സ്നേഹം, നമ്മുടെ ശ്രദ്ധ, നമ്മുടെ അനുസരണം കർത്താവിന്. അനുസരണത്തിന് തടസ്സമായിട്ട് നിൽക്കുന്ന പല താല്പര്യങ്ങൾ, ആഗ്രഹങ്ങൾ, ചില മോഹങ്ങൾ നമ്മുടെ ഉള്ളിലുണ്ട്. അതിനെ ഓരോന്നിനും നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്ത് പറിച്ചു കളയേണ്ടത് അത്യാവശ്യമാണ്. ദുർമോഹങ്ങൾ,
ഇംഗ്ലീഷിൽ പറഞ്ഞേക്കുന്നത് they lusted after evil things. മലയാളത്തിൽ ദുർമോഹങ്ങൾ എന്ന് പറയുന്നുണ്ട്. അവർ പരസംഗം ചെയ്തു എന്ന് പറയുന്നു. സെക്സ്വൽ ഇമ്മോറാലിറ്റി. 23,000 പേര് അവിടെ വീണു. ഇതെല്ലാം ഇസ്രായേലിന്റെ ചരിത്രത്തിലുള്ളതാണ്. ദൈവം കൽപ്പിച്ചിട്ടുള്ള ബന്ധങ്ങൾ ദൈവം സൃഷ്ടിച്ചു കഴിഞ്ഞിട്ടുള്ള സെറ്റ് ചെയ്തിട്ടുള്ളൊരു പാറ്റേൺ ഉണ്ട്. ഒരു പുരുഷനെയും ഒരു സ്ത്രീയെയും ഒന്നാക്കി ഏദൻ തോട്ടത്തിൽ അതൊരു പാറ്റേൺ ആക്കി വെച്ചിട്ട് പറഞ്ഞു, ഇതാ ദൈവം ആഗ്രഹിക്കുന്നത്. അതിനെക്കുറിച്ച് യേശു എടുത്തു പറഞ്ഞു, ഇത് ദൈവത്തിൻ്റെ പ്ലാനും പദ്ധതി ഇങ്ങനെ ആയിരുന്നു. അതിന് പകരം ഉള്ളിലുള്ള മോഹങ്ങൾ മുഖാന്തരം എൻ്റെ ഇഷ്ടപ്രകാരം, എൻ്റെ താല്പര്യപ്രകാരം, പൊതു അഭിപ്രായ പ്രകാരം എല്ലാവരും ചെയ്യുന്നല്ലോ, അല്ലെങ്കിൽ ഭൂരിപക്ഷം ആൾക്കാർ ചെയ്യുന്നു. അതൊക്കെ പണ്ടത്തെ ചിന്താഗതികളാന്നേ. അത് വിടാനൊക്കെ സമയമായി. ഇത് ചെറുപ്പക്കാർക്ക് മാത്രമല്ല, പ്രായമുള്ളവർ മനസ്സിലാക്കേണ്ടതാണ്. പൊതു അഭിപ്രായങ്ങൾ ഇങ്ങനെ മാറിയും തിരിഞ്ഞും പല പല രീതിയിലൊക്കെ പോവും. നാളെ ഇനിയും വേറെ എന്തെങ്കിലും അഭിപ്രായമായിരിക്കും. സാരമില്ല, പൊതു ജനങ്ങൾ എന്തെങ്കിലും ചിന്തിച്ചോട്ടെ, അവരെന്തെങ്കിലും പ്രവർത്തിച്ചോട്ടെ. എന്നാലും നമുക്ക് ഒരു ഉത്തരവാദിത്തമുണ്ട്. നമ്മളെ രക്ഷിച്ച കർത്താവ്, ആ കർത്താവിൻ്റെ കൽപ്പന പ്രകാരം ജീവിക്കാൻ വേണ്ടി നമ്മൾ ബാധ്യസ്ഥരാണ്. അത് പൊതുജനത്തിന് ഇഷ്ടപ്പെടത്തില്ലായിരിക്കും, ചിലപ്പോൾ നമ്മുടെ കുടുംബത്തിന് കൂട്ടുകാരത്തിന് ഇഷ്ടപ്പെടത്തില്ലായിരിക്കും. എന്നാലും കർത്താവിൻ്റെ വഴി നിൽക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. നമ്മൾ ചിലപ്പം പോപ്പുലർ ആകത്തില്ല, എല്ലാവരും നമ്മളെ ഇഷ്ടപ്പെടണമെന്നില്ല, സാരമില്ല. ദൈവം തന്നിട്ടുള്ള ക്രമം, ദൈവം തന്നിട്ടുള്ള പാറ്റേൺ, അത് നമ്മൾ നിലനിൽക്കേണ്ട അത്യാവശ്യമാണ്. ഈ സെക്ഷ്വലും അവർ പരസംഗം ചെയ്തു എന്ന് പറയുന്നു. നമ്മളെ ഏത് മനുഷ്യരാണേലും പാപത്തിൽ വീഴാനുള്ള സാധ്യത ഉണ്ട് എന്ന് മനസ്സിലാക്കിയിട്ട് അതിനുവേണ്ടിയുള്ള അവസരങ്ങൾ നമ്മൾ കട്ട് ചെയ്യണം. അങ്ങനെയുള്ള സന്ദർഭത്തിൽ നമ്മൾ പോകാതെ നമ്മളെ തന്നെ ദൈവത്തിൻ്റെ വഴി മാറ്റി നിർത്തേണ്ട അത്യാവശ്യമാണ്. അവർ ദൈവത്തെ പരീക്ഷിച്ചു. They tested God. ദൈവത്തെ പരീക്ഷിക്കാൻ ഒക്കുമോ? ദൈവത്തെ സംശയിച്ചവർ ക്രിസ്തുവിനെ പരീക്ഷിച്ചു എന്ന് പറയുന്നുണ്ട്. ഞാൻ ഇതിൻ്റെ എല്ലാത്തിനും ചരിത്രം എടുക്കാൻ പോയാൽ ഒത്തിരി സമയം എടുക്കും, അതിനുവേണ്ടി ടൈം എടുക്കുന്നില്ല. അവർ പിറുപിറുത്തവരായിരുന്നു. ചിന്തിച്ച് നോക്കിയേ, എല്ലാ ദിവസവും അങ്ങോട്ട് വെളിയിലോട്ട് ഇറങ്ങിയാൽ മതി, ആഹാരം അവിടെ ഉണ്ട്, അതെടുത്തിട്ട് അങ്ങ് ഉപയോഗിച്ചാൽ മതി. അത്ഭുതങ്ങളും അടയാളങ്ങളായിട്ട് ദൈവം അവരെ നടത്തി. എന്നിട്ടും എന്ത് ചെയ്തു? പിറുപിറുത്തു. പിറുപിറുത്ത് എന്തിനെക്കുറിച്ചാ? പണ്ടത്തെ കാര്യങ്ങൾ ഓർത്തോണ്ട് അവർ പിറുപിറുത്തു. ദൈവം അവർക്ക് മന്ന കൊടുത്തു, ഇറച്ചി കൊടുത്തു, വെള്ളം കുടിക്കാൻ കൊടുത്തു. എന്നിട്ടും പണ്ടത്തെ വെജിറ്റബിൾസിൻ്റെ കാര്യം അവർ ഓർത്തിരുന്നു. പിറുപിറുത്തു. ഇതെല്ലാം നമുക്ക് ദൃഷ്ടാന്തമായിട്ട് അല്ല. പിറുപിറുത്ത് എൻ്റെ അനുഭവം ഇങ്ങനെ, എൻ്റെ പ്രയാസം എങ്ങനെ, അതുകൊണ്ട് ഞാൻ ഇങ്ങനെയൊക്കെ ചിന്തിക്കും, അതൊക്കെ പറയും. ഈ പിറുപിറുക്കുന്നതൊക്കെ പാപമാണെന്ന് മനസ്സിലാക്കണം. ദൈവം ആഗ്രഹിക്കുന്ന ഒരു കാര്യം മാത്രമേ, ദൈവത്തിൽ അങ്ങ് ആശ്രയിക്കുക, ദൈവത്തിൽ അങ്ങ് വിട്ടുകൊടുക്കുക. പിറുപിറുക്കുന്നത് ദൈവമക്കൾക്ക് ശരിയാകത്തില്ല. നമ്മളത് വിടണം. മൂന്നാമത്തെ ആ പോയിന്റിലോട്ട് വരുമ്പോഴത്തേക്ക് അതിനെക്കുറിച്ച് ഇച്ചിരി പറയാം. സ്റ്റേ ഹംബിൾ. താഴ്മയോട് ദൈവസന്നിധിയിൽ നിലനിൽക്കാം. ഒന്ന് വായിക്കാം 12-13 വാക്യങ്ങൾ. ആകയാൽ താൻ നിൽക്കുന്നു എന്ന് തോന്നുന്നവൻ വീഴാതിരിപ്പാൻ നോക്കിക്കൊള്ളട്ടെ. മനുഷ്യർക്ക് നടപ്പില്ലാത്ത പരീക്ഷ നിങ്ങൾക്ക് നേരിട്ടിട്ടില്ല.
ദൈവം വിശ്വസ്തൻ. നിങ്ങൾക്ക് കഴിയുന്നതിനു മീതെ പരീക്ഷ നേരിടുവാൻ സമ്മതിക്കാതെ നിങ്ങൾക്ക് സഹിപ്പാൻ കഴിയേണ്ടതിന് പരീക്ഷയോടുകൂടി അവൻ പോക്കുവഴിയും ഉണ്ടാക്കും. Thank you. സ്തോത്രം. താൻ നിൽക്കുന്നെന്ന് തോന്നുന്നെങ്കിൽ വീഴാതെ സൂക്ഷിക്കട്ടെ. നമുക്ക് ആ സ്ലൈഡിലോട്ട് മടങ്ങി വരാം. താൻ നിൽക്കുന്നെന്ന് തോന്നുന്നെങ്കിൽ വീഴാതെ സൂക്ഷിക്കട്ടെ. നമ്മൾ ഹമ്പിളായിരിക്കേണ്ട ആവശ്യമാണ്. താഴ്മയോടുള്ളൊരു ജീവിതം നമുക്ക് വളരെ അത്യാവശ്യമാണ്. പലപ്പോഴും മറ്റുള്ളവരുടെ കുറ്റം നമുക്ക് പെട്ടെന്ന് കാണാൻ നോക്കും, അറിയാൻ നോക്കും. ഇങ്ങനെയുള്ളൊരു മെസ്സേജ് കേൾക്കുമ്പോൾ തന്നെ നമ്മൾ ഓർക്കും, ഇന്നാരും വിടില്ലല്ലോ, പുള്ളി ഇത് കേൾക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. അല്ലെങ്കിൽ ഓർക്കും, ഇന്നാരും ഇന്ന് വന്നില്ലല്ലോ, എന്ത് പറ്റി, ഇന്ന് അവർ തീർച്ചയായിട്ടും വരേണ്ടതായിരുന്നു, അവരിത് കേൾക്കേണ്ടതായത് അല്ലേ. നമ്മൾ ഉടനെ നമ്മൾ ചിന്തിക്കും, ആർക്കൊക്കെ ഈ മെസ്സേജ് തീർച്ചയായിട്ടും അവർക്ക് ആവശ്യമുള്ള ഇത്. നാച്ചുറലായിട്ട് നമ്മൾ ചിന്തിക്കുന്നില്ല. എന്നാലും ആ വിരൽ ചൂണ്ടുന്നതിൻ്റെ കൂടെ എന്ത് ചെയ്യണം? ആ വിരൽ ഇങ്ങോട്ട് തന്നെയാണ് നമ്മൾ ചൂണ്ടേണ്ടത്. നമ്മളിൽ തന്നെ ഒന്ന് നോക്കണം, കർത്താവേ എന്നിൽ ദൈവം എന്ത് ആഗ്രഹിക്കുന്നു. കാര്യം ഓർത്തണം, യൂട്യൂബിനകത്തും ഫേസ്ബുക്കിനകത്തും ഏറ്റവും കൂടുതൽ മറ്റുള്ളവരെ വിമർശിക്കുന്ന ക്രിറ്റിക്സ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്. അവരാ ഏറ്റവും കൂടുതൽ സൂക്ഷിക്കേണ്ടത്. നമ്മൾ വിമർശിക്കുന്ന മനോഭാവം നമ്മുടെ ഉള്ളിലുണ്ടോ? സൂക്ഷിക്കണം. പിന്നെ ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ, ഈ വിമർശനത്തിൻ്റെ വീഡിയോ ആർട്ടിക്കിൾസ് ഓരോരുത്തരുടെ യൂട്യൂബിൻ്റെ ഇത് എടുത്ത് നോക്കിയാൽ അറിയാം, അല്ലെങ്കിൽ ഫേസ്ബുക്കിൻ്റെ ഇത് എടുത്ത് നോക്കിയാൽ മതി, അല്ലെങ്കിൽ വേറെ ആരുടെ നോക്കാൻ പോകണം, വീട്ടിൽ ചെന്നിട്ട് ഒന്ന് നോക്കിയാൽ മതി. ഈ വിമർശനത്തിൻ്റെ സ്റ്റൈലിലുള്ള സംഭവങ്ങൾ ഒത്തിരി അതിനകത്ത് കയറി വരുന്നുണ്ടോ? സൂക്ഷിച്ചോണം. കാരണം ഏറ്റവും കൂടുതൽ വിമർശിക്കുന്നവർ അവരാ വീഴാൻ ഏറ്റവും കൂടുതൽ സാധ്യത ഉള്ളവർ. പലപ്പോഴും വിമർശനത്തിൽ നമ്മൾ ഉറച്ചു നിൽക്കുന്നതിനൊരു കാരണം നമ്മൾ ചിന്തിക്കുന്നു, ഞാൻ വലിയ മോശക്കാരനല്ല കേട്ടോ, ഇവരും ശരിയല്ല, അവരും ശരിയല്ല, ഇവരാരും ശരിയല്ല, എന്നാലും ഞാനോ ദൈവത്തിൽ ഉറച്ചു നിൽക്കുക, ദൈവത്തിൽ അനുസരിക്കുന്ന വ്യക്തിയാണ് ഞാൻ ശരി, ബാക്കി എല്ലാവരും തെറ്റ്. ഈ വിമർശനം വലിയ പ്രശ്നമാണ്. മനുഷ്യർക്ക് ഒന്ന് ശ്രദ്ധിച്ചോ, വായിച്ചു നോക്കി. മനുഷ്യർക്ക് നടപ്പല്ലാത്ത പരീക്ഷ നിങ്ങൾക്ക് നേരിട്ടിട്ടില്ല. അതിൻ്റെ കൂടെ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ശ്രദ്ധിച്ചോ, ദൈവം, ഒന്നുകൂടെ ഉറക്കെ പറയാമോ, ദൈവം വിശ്വസ്തൻ. അയ്യോ, എൻ്റെ പ്രശ്നങ്ങൾ നിങ്ങൾക്ക് ആർക്കും അറിയത്തില്ല, ശരിയായിരിക്കാം, എന്നാലും ദൈവം വിശ്വസ്തനാണ്. അയ്യോ, എന്നാലും ഇത്രയും വർഷങ്ങളായിട്ടും എൻ്റെ അവസ്ഥ കണ്ടില്ലയോ, ദൈവം വിശ്വസ്തൻ. അയ്യോ, ഞാൻ കർത്താവിനെ അറിഞ്ഞ് ഇത്രയും വർഷം ജീവിച്ചു, എന്നാലും എൻ്റെ അവസ്ഥയ്ക്കൊരു വ്യത്യാസം വന്നില്ല, ദൈവം വിശ്വസ്തൻ. അല്ല, ഞാൻ പ്രതീക്ഷിച്ചു എന്തെങ്കിലും ഒരു ഗുണമുണ്ടാവും, എന്തെങ്കിലും ഒരു പ്രയോജനം ഉണ്ടാവും, ദൈവം വിശ്വസ്തൻ. 5 വർഷം പ്രാർത്ഥിച്ചു, 10 വർഷം, 20 വർഷം പ്രാർത്ഥിച്ചു, എന്നിട്ടും ഒരു മാറ്റം വരുന്നില്ല, ദൈവം വിശ്വസ്തൻ. ദൈവത്തിൻ്റെ ക്യാരക്ടറിനെ ഡിഫൈൻ ചെയ്യുന്നത് നമ്മുടെ അനുഭവമല്ല. ദൈവത്തിൻ്റെ വിശ്വസ്തതയെ ഡിഫൈൻ ചെയ്യുന്നത് എൻ്റെ അനുഭവമല്ല, എൻ്റെ തകർച്ചയല്ല, എൻ്റെ വേദനയല്ല, എൻ്റെ രോഗമല്ല, എൻ്റെ പ്രയാസമല്ല. ആ പ്രയാസം ഇല്ല എന്ന് പറയുമല്ല, ആ പ്രയാസത്തിൻ്റെ മധ്യേ നമ്മൾ ഡിക്ലെയർ ചെയ്യണം, കർത്താവേ ഞാൻ വിശ്വസിക്കുന്നു, എൻ്റെ ദൈവം വിശ്വസ്തൻ. രോഗം മാറുന്നില്ലയോ, കർത്താവേ ഞാൻ വിശ്വസിക്കുന്നു, എൻ്റെ ദൈവം വിശ്വസ്തൻ. ഭവനത്തിൻ്റെ അവസ്ഥ മാറുന്നില്ലയോ, കർത്താവേ ഞാൻ വിശ്വസിക്കുന്നു, ദൈവം വിശ്വസ്തൻ. കടഭാരം മാറുന്നില്ലയോ, പറ, കർത്താവേ ഞാൻ വിശ്വസിക്കുന്നു, അങ്ങ് വിശ്വസ്തൻ.
എന്നാലും ഞാൻ ഇത്രയും വർഷങ്ങൾ പ്രാർത്ഥിച്ചു, ഇത്രയും നാൾ ഞാൻ, ദൈവം വിശ്വസ്തൻ. നമ്മുടെ അനുഭവങ്ങൾ നമ്മളെ ഒരു കയ്പിൻ്റെ അനുഭവത്തിലോട്ട് കൊണ്ടുപോകാൻ അനുവദിക്കരുത്. അനുവദിച്ചാൽ സാത്താൻ അവിടെ പ്രവർത്തിക്കാൻ നമ്മൾ വഴി തുറന്നു കൊടുക്കുക. ബൈബിളിൽ പറഞ്ഞിട്ടുണ്ട്, സാത്താന് ഇടം കൊടുക്കരുതെന്ന് പറഞ്ഞു. ആരോടായി പറഞ്ഞേക്കുന്നത്? ദൈവമക്കളോടാണ് പറഞ്ഞത്. ഇംഗ്ലീഷിൽ പറഞ്ഞേക്ക്, ഡോണ്ട് ഗിവ് ദി ഡെവിൾ എ ഫുട് ഹോൾഡ്. ഒരു കാല് വയ്ക്കാൻ പോലും സ്ഥലം കൊടുക്കരുത്. കയറാൻ അവസരം കൊടുക്കരുത് പറഞ്ഞില്ല, ഒരു കാല് വയ്ക്കാൻ പോലും അവസരം കൊടുക്കരുത്. ദൈവമക്കൾ ഏറ്റവും കൂടുതൽ സാത്താന് അവസരം കൊടുക്കുന്നത്, വാതിൽ തുറന്നു കൊടുക്കുന്നത് അവരുടെ ചിന്തകളിൽ കൂടെ, അവരുടെ വിഷമത്തിൽ കൂടെ, അവരുടെ വേദനയിൽ കൂടെ. അതിൻ്റെ മധ്യേ നമ്മൾ ഡിക്ലെയർ ചെയ്യാൻ റെഡി ആയിരിക്കണം, ദൈവം വിശ്വസ്തൻ. എൻ്റെ അനുഭവം എങ്ങനെയാണെങ്കിലും ദൈവത്തിൻ്റെ ക്യാരക്ടർ മാറുന്നില്ല. അവൻ പറയും, ഇത് രണ്ടും തമ്മിലുള്ളൊരു കണക്ഷൻ പറയട്ടെ. ദൈവം വിശ്വസ്തൻ. എൻ്റെ അനുഭവം മാറിയിട്ട് ഞാൻ ആഗ്രഹിക്കുന്ന പോലെ കാര്യങ്ങളെല്ലാം സെറ്റായി കഴിഞ്ഞിട്ട് ഞാൻ ദൈവം വിശ്വസ്തൻ എന്ന് പറയാം, അങ്ങനെയുള്ളൊരു ഓപ്ഷൻ നമുക്കില്ല. ഇസ്രായേൽ മക്കള് അവരുടെ ഉള്ളിലുള്ള പല പല വിഷയങ്ങൾ മുഖാന്തരം ദൈവത്തിൻ്റെ വഴിയിൽ നിന്ന് വിട്ടുപോയി. ദൈവത്തിൻ്റെ ന്യായപ്രമാണത്തിൽ നിലനിൽക്കാൻ ഒത്തില്ല. ഇതെല്ലാത്തിനും കാരണം അവരുടെ ഉള്ളിലുള്ള പല മോഹങ്ങൾ, ആഗ്രഹങ്ങൾ, താല്പര്യങ്ങൾ. നമ്മൾ ഇന്ന് നമ്മളെ തന്നെ ഒന്ന് പരിശോധന ചെയ്യാമോ? വിരൽ ചൂണ്ടാൻ എളുപ്പമാണെങ്കിലും ആ വിരലെടുത്തിട്ട് നേരെ നമ്മളോട് തന്നെ ഒന്ന് ചൂണ്ടിയിട്ട് നോക്കുക, ചോദിക്കുക ദൈവത്തോട്, കാണിക്കണമേ കർത്താവേ എൻ്റെ ഉള്ളിലുള്ള ആഗ്രഹങ്ങൾ, താല്പര്യങ്ങൾ. ചില ആഗ്രഹങ്ങൾ ഞാൻ കൺട്രോളിലായിരിക്കണം. അവർ എന്ത് ചെയ്തു? വിഗ്രഹാരാധനയിലോട്ട് പോയി. എനിക്ക് കൺട്രോൾ ചെയ്യാനൊക്കെ ഒന്നൊരു ദൈവം. മോശെ കാണുന്നില്ല, എന്നാ പിന്നെ ദൈവം മോശ ഡിപ്പെൻഡാണോ? ദൈവം അല്ല. അവർ ദൈവത്തിൽ ആശ്രയിക്കേണ്ടിയായിരുന്നു. അതിന് പകരം മോശെ കാണുന്നില്ല, എന്നാ പിന്നെ അഹരോനോട് പറഞ്ഞു, ഞങ്ങൾക്ക് ഒരു ദൈവത്തെ ഒന്ന് ഉണ്ടാക്കിത്താ. ഇവർക്ക് എവിടുന്നും കിട്ടിയ ഒരു ഐഡിയ ദൈവത്തെ ഉണ്ടാക്കാൻ ഒക്കുമെന്ന്? കൽപ്പനകൾ കിട്ടിയതാ. കാരണം ഉള്ളിൽ ചില ആഗ്രഹങ്ങളുണ്ട്. എൻ്റെ ദൈവം ഞാൻ പറയുന്ന പോലെ അനുസരിക്കുന്നതായിരിക്കണം, എൻ്റെ കൺട്രോളിലായിരിക്കണം. ദൈവം പറയുന്നത് അല്ലല്ല, ദൈവം ആരുടെയും കൺട്രോളിലല്ല. ദൈവം ആരും കൺട്രോൾ ചെയ്യാൻ വേണ്ടി ദൈവം നിന്ന് കൊടുക്കാനുള്ള ദൈവമല്ല. ദൈവത്തെ പൊക്കിയെടുത്തോണ്ട് ഇങ്ങോട്ട് കൂടെ ഒന്നുമല്ല. അതുകൊണ്ട് ദൈവം പറഞ്ഞ്, എൻ്റെ ഒരു വിഗ്രഹം നമ്മൾ ഉണ്ടാക്കാൻ പാടില്ല, ദൈവത്തിൻ്റെ ഒരു ഇമേജ് ഉണ്ടാക്കാൻ പാടില്ലെന്ന് വളരെ ക്ലിയറായിട്ട് പറഞ്ഞു. ചിലപ്പോൾ നമ്മൾ ചിന്തിക്കും, എല്ലാവരും എന്നെ ടാർഗറ്റ് ചെയ്യുക. ചില വ്യക്തികളുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിട്ട്, കണ്ടോ ഇവരെന്നെക്കുറിച്ച് സംസാരിക്കുക, അവർ എന്നെക്കുറിച്ച് സംസാരിക്കുക, ഇവരെന്നെക്കുറിച്ച് പറയുക. അങ്ങനെ ചിന്തിക്കുന്നുണ്ടോ? ദൈവം വിശ്വസ്തൻ. ആരും എന്നെ കരുതുന്നില്ലയോ? ദൈവം വിശ്വസ്തൻ. നമ്മുടെ ചിന്തകൾ, നമ്മുടെ വാക്കുകൾ ദൈവത്തിൻ്റെ ക്യാരക്ടർ പ്രകാരം നമ്മൾ സംസാരിക്കാൻ തുടങ്ങുക, നമ്മുടെ അവസ്ഥയ്ക്ക് മാറ്റം വരും. നമ്മുടെ മനോഭാവത്തെ നമ്മളൊന്ന് മാറ്റുക, നമ്മുടെ അവസ്ഥയ്ക്ക് വ്യത്യാസം വരും. നമ്മൾ പറയുന്ന വാക്കുകൾ നമ്മൾ സൂക്ഷിക്കുക. ഇതെല്ലാം പൊളിയുക, ഇതൊന്നും ശരിയാവുന്നില്ല, അത് മാറ്റിയിട്ട് പറയുക, ശരി, എൻ്റെ ജീവിതത്തിൽ ഈ പ്രയാസമുണ്ടെങ്കിലും ഞാൻ വിശ്വസിക്കുന്നു എൻ്റെ ദൈവം വിശ്വസ്തൻ. എനിക്ക് ഈ വേദനയുണ്ടോ, ഈ പ്രയാസങ്ങളുണ്ടോ, ഈ ബുദ്ധിമുട്ടുകളുണ്ടോ, എന്നാലും അതിൻ്റെ മധ്യേ ഞാൻ വിശ്വസിക്കുന്നു ദൈവം വിശ്വസ്തൻ. അങ്ങനെ പറയുന്ന വ്യക്തികൾ, അങ്ങനെ ദൈവത്തിൽ ഉറച്ചു നിൽക്കുന്ന വ്യക്തികൾക്ക് സാത്താൻ കയറാൻ ഇടമില്ല. ദൈവത്തിൻ്റെ സംരക്ഷണം അവരുടെ മേലുണ്ടാകും. എന്നാലും എൻ്റെ അവസ്ഥ ഇങ്ങനെ, എന്നാലും എൻ്റെ അവസ്ഥ ഇങ്ങനെ ആണെങ്കിലും പറ, ദൈവം വിശ്വസ്തൻ, ദൈവപ്രവൃത്തി ഞാൻ അനുഭവിക്കും.
ദൈവം വിശ്വസ്തൻ, ദൈവത്തിൻ്റെ സൗഖ്യം ഞാൻ അനുഭവിക്കും. ദൈവം വിശ്വസ്തൻ, ദൈവം എൻ്റെ ഭവനത്തിൻ്റെ അവസ്ഥ മാറ്റും. ദൈവം വിശ്വസ്തൻ, എൻ്റെ ഭാവി അങ്ങനെ ആയിത്തീരുമെന്ന് അറിയത്തില്ല എങ്കിലും ദൈവം എൻ്റെ കൂടെ ഉണ്ടെന്നുള്ളൊരു ഉറപ്പുണ്ട്. നാളത്തെക്കുറിച്ച് എനിക്ക് ഒരു പ്രതീക്ഷമില്ലെങ്കിലും ദൈവം വിശ്വസ്തനാ, അത്ര മാത്രമേ എനിക്കറിയാം, ഒന്നും എനിക്കറിയത്തില്ല. അങ്ങനെ ദൈവത്തിലുള്ള ആശ്രയം പൂർണ്ണമാക്കിയെടുക്കേണ്ടത് അത്യാവശ്യമാണ്. അതുകൊണ്ടാണ് ഇസ്രായേൽ മക്കൾ മരുഭൂമിയിൽ കൂടെ 40 സംവത്സരം യാത്ര എന്ന് പറയുമ്പോൾ അവർക്ക് എന്ത് പ്രതീക്ഷയാണ്? ഒന്നുമില്ല. പട്ടിണി കിടന്ന് അവർ മരിക്കേണ്ടതായിരുന്നു, ചില ആഴ്ചകൾക്കുള്ളിൽ തന്നെ അവർ മരിക്കേണ്ടതായിരുന്നു. ദൈവം അവരെ നിലനിർത്തി. എന്നിട്ടും അതിൻ്റെ മധ്യ എന്ത് ചെയ്തു? പിറുപിറുത്തു. ദൈവം അവർക്ക് വലിയ വലിയ കാര്യങ്ങൾ ചെയ്യുന്നു. ചെറിയ വേദന, ചെറിയ പ്രയാസങ്ങൾ, ചെറിയ ബുദ്ധിമുട്ടിൻ്റെ മധ്യേ അവർ കിടന്നങ്ങ് കറങ്ങുക. ദൈവം പറയുന്നത് അത് വിട്. വലിയ കാര്യങ്ങൾ ദൈവം ഉദ്ദേശിക്കുന്നു, ദൈവത്തിൽ പ്ലാനുണ്ട്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ അവൻ പറയും, എൻ്റെ പ്രയാസങ്ങൾ ചെറിയ കാര്യമാണോ? ചെറിയ കാര്യമാ. എന്നാലും എൻ്റെ പ്രയാസം ഒന്ന് അക്നോളജ് ചെയ്യേണ്ട. ശരി, അക്നോളജ് ചെയ്തിട്ടുണ്ട്. അക്നോളജ് ചെയ്തിട്ട് അതിനെ വിട്. അതിനപ്പുറം, അതിന് മീതെ ദൈവമുണ്ട്. ദൈവത്തിൻ്റെ പ്രവൃത്തി നടക്കും.